എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ പുതിയ ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. യെസ്, ഞാൻ തിരിച്ചു വന്നു ഗൈസ്. അങ്ങനെ ഞാനൊരു വെറും 2 ദിവസത്തേക്ക് തിരിച്ചു വന്നിരിക്കുവാണ്. സോ അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. സോ ഞാനും ചവിയും മാത്രം ഇന്ന് ഒരിടത്തോട്ട് പോവാം. നമ്മൾ മാത്രമാണ് അല്ല, ഞാനും ഉണ്ട്, ഇനി ഒരാളും കൂടി ഉണ്ട്. പക്ഷെ ആളെ കാണിക്കാൻ ടൈമായില്ല ഗൈസ്, ബിക്കോസ് ആൾ ഉറങ്ങാണ്. സോ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഒരിടത്തോട്ട് പോവാണ്. സോ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഞങ്ങൾ പോകാനൊക്കെ ആയിട്ട് റെഡിയായി. ഇതേ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. വേറെ ആരും അല്ലാട്ടും ഞങ്ങളുടെ കൂടെയുള്ള എൻ്റെ വാപ്പച്ചിയാണ്. അപ്പം ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എവിടെയാണ് നിങ്ങൾ നോക്കിക്കോ. ഇത് ഞങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പം മനസ്സിലായോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും? അൽസാജ് റെസ്റ്റോറൻ്റ് എന്നൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്നുള്ളത്, ഏത് റൂട്ടാണെന്നുള്ളത്. ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് എവിടെയാണെന്നുള്ളതും വീഡിയോ കണ്ടുകൊണ്ടിരുന്നോ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ. ഇടയിൽ ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ പെട്രോൾ പമ്പിൽ ട്രെയിൻ മോഡൽ ഇങ്ങനെ ആക്കിയിരിക്കുന്ന കണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് ഡേ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ എങ്ങോട്ടാണെന്നുള്ളത് നോക്കിക്കോ.
നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലേ ഈ വ്യൂസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എവിടെ ആയിരിക്കും എന്നുള്ളത്. നമ്മളുള്ളത് ശംഖുമുഖം ബീച്ചിലാണ് കേട്ടോ. അവിടേക്ക് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഇത് പെരുന്നാൾ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പം മോളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അന്ന് ഈവനിങ് ശംഖുമുഖം ബീച്ചിലേക്ക് വന്നതാണ്. ഞാൻ കുറേ നാളായി ശംഖുമുഖത്ത് വന്നാർക്ക്. അപ്പം മോളുള്ളതല്ലേ, അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് ഇങ്ങോട്ട് വരാമെന്നുള്ളത്. അങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നേ ബീച്ചിൽ. അപ്പോൾ ഇനി ഇവിടുത്തെ ബീച്ച് വ്യൂസൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കുറേ നാളുകൂടി ഞാനിവിടെ വന്നതുകൊണ്ട് തന്നെ, അതായത് ഇവിടെ കുറേ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതേപോലെ തന്നെ അവളും ചെറുതിലേ വന്നതാണ്. അവളും ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവൾക്കും ഇത് എന്താ പറയുക, നല്ല അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇനി ഞങ്ങളിതേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് ഹൊറർ ഹൗസിലേക്കും അതേപോലെ തന്നെ വോർട്ടെക്സ് ടണലിലേക്കൊക്കെ പോകാനുള്ളതിൻ്റെ ടിക്കറ്റിൻ്റെ ഇത് കണ്ടു. അപ്പോൾ എൻ്റെ മോൾക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 എണ്ണത്തിലും കൂടി ഒരുമിച്ച് കയറുന്നതിന് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 200 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേരാണ് ടിക്കറ്റ് എടുത്തത്. ഉമ്മി കൂടെ കയറിയില്ല കേട്ടോ. ഉമ്മി വാപ്പയൊക്കെ അവിടെ ഇരുന്നത്. കാരണം ഈ വോർട്ടെക്സ് ടണലൊന്നും അവർക്ക് പറ്റുന്നതല്ല കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ വോർട്ടെക്സ് ടണൽ. ഒത്തിരി നേരമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഉള്ളത് കൊള്ളാമായിരുന്നു. നെക്സ്റ്റ് കയറുന്നത് നമ്മൾ മിററിൻ്റെ അവിടേക്കാണ്. അപ്പം മിററിൻ്റെ അവിടെയും അതായത് ആ മിറേഴ്സിലൊന്നും ടച്ച് ചെയ്യാതെ നമ്മൾ ആ കറക്റ്റ് റൂട്ടിൽ കൂടി പുറത്തേക്ക് ഇറങ്ങണം. അതൊരു ഇത്തിരി ടൈമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെനിക്ക് ഒത്തിരി രസമായിട്ട് തോന്നിയില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉമ്മ നെല്ലിക്ക് ഉപ്പിലിട്ടത് കഴിക്കുന്നുണ്ടോ. ഇനി ഞങ്ങൾ നേരെ എന്താണ് ഹൊറർ ഹൗസ് തപ്പി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഹൊറർ ഹൗസ് എവിടെയാണെന്നുള്ളത് അറിയാനേ വയ്യായിരുന്നു. സോ അപ്പം ഞങ്ങളത് തപ്പി നടക്കുകയാണ്. കുട്ടികളെയൊക്കെ കൂട്ടി കൊണ്ടുവരാൻ പറ്റിയ നല്ല അടിപൊളി ഒരിടം തന്നെയാണ്. ഇനി ഞങ്ങൾ ഹൊറർ ഹൗസിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഒരുപാട് പേര് കയറിയിട്ടുള്ളവർ കാണും, എന്നാലും കാണാത്തവർക്കായിട്ട്. നമ്മളുടെ കൂടെ വേറെ ഒരു ഫാമിലിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പം അവരുടെ നിലവിളികൾ ഇതിനകത്ത് കേൾക്കാനായിട്ട് പറ്റും. കണ്ടോ ആക്ച്വലി ടിക്കറ്റ് എടുത്തതിൻ്റെ ക്യാഷ് ഇവിടെ കയറി കഴിഞ്ഞാൽ വേസ്റ്റ് ആവില്ല കേട്ടോ. ഈ ഒരു ഒറ്റ ഒരെണ്ണം അടിപൊളിയായിരുന്നു. ഈ 3 എണ്ണത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഹൊറർ ഹൗസ് ആയിരുന്നു കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊക്കെ ജീവനില്ലാത്ത ഐറ്റംസ് ആണോ എന്നുള്ളത്. പക്ഷേ എന്നാലും ആ ഒരു ഇരുട്ടത്ത് പെട്ടെന്ന് ഇങ്ങനെ സൗണ്ടും അതിങ്ങനെ അനങ്ങുന്നൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും അറിയാതെ ഒന്ന് പേടിച്ചു പോകുക. അതാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്.
ഞാൻ ഫസ്റ്റ് ടൈം കയറിയത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എൻ്റെ മോൾക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഹൊറർ ഹൗസിൻ്റെ ടിക്കറ്റ് എടുത്തത് അടിപൊളിയായിരുന്നു. നമുക്ക് 3 എണ്ണത്തിനും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് എടുത്തത്. അതാണ് ഞാൻ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 200 റുപ്പീസ് എന്ന് പറഞ്ഞത്. ഇനി ഇത്തിരി കൂടിയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഉണ്ട് ഇറങ്ങുന്ന ഉടനെ തന്നെ. ഇവിടെ എന്തെങ്കിലും കാണും കേട്ടോ സോന. എനിക്ക് പേടിയാവുന്നു. ഇത് അനങ്ങുവേ, ഇപ്പുറത്ത് അനങ്ങുവേ, പേടിക്കല്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഇത് കയറാനായിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കയറാൻ എന്തോ ഒരു പേടി തോന്നി. അപ്പം ഞങ്ങൾ കൂടെ വന്ന ആ ഫാമിലിയോടോട് ഫസ്റ്റ് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവരാണ് ഫസ്റ്റ് കയറുന്നത്. ഇവിടെ ഒരുത്തൻ മല കിടക്കുന്നു. ജീവനില്ലാത്ത സാധനമാ. കഴിഞ്ഞു 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 കഴിഞ്ഞു. ഓരോ ദിവസം പേടിക്കും കേട്ടോ, നല്ല രീതിയിൽ പേടിക്കും. കയ്യിലൊന്നും വെക്കരുത്, നീ വെച്ചോ. അങ്ങനെ വെച്ചാ മതി, ഇച്ചിരി ദൂരെ നിന്നാ മതി. എന്റെ തല എവിടെ? ഓ തല നോണ്ട കടിക്കൊന്നും ചെയ്യില്ല, പാവാണ്. അയ്യോ എന്നാ മതി. ഈ ധൈര്യശാലിയുടെ മുഖം കാണിരു. അയ്യോ ആ മോൻ ഒട്ടും പേടിയില്ലായിരുന്നു കേട്ടോ. ആ സ്നേക്കിൻ്റെ അവിടെയൊന്നും എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ പേടിച്ച സൗണ്ടാണ് നിങ്ങൾ കേട്ടത് തന്നെ. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കടിക്കത്തില്ലെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കതിന് ഭയങ്കര പേടിയാണ്. എൻ്റെ മോളെ ഞാൻ അടുത്തോട്ട് പോകാൻ സമ്മതിച്ചില്ല. ഇനി ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. പക്ഷേ ഒരുപാട് ഇരുട്ടൊന്നും ആയില്ലായിരുന്നു. പക്ഷേ അധികം വെട്ടവും വെളിച്ചവും ഒക്കെ കുറവാണ് കേട്ടോ ഈ ഒരു ബീച്ചിൽ. സാധാരണ നമ്മുടെ കൊല്ലം ബീച്ചിലൊക്കെ ഈ ഒരു ടൈമിൽ ചെന്നാലും നല്ല ഇതല്ലേ. പക്ഷേ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങിപ്പോയി കാല് നനയ്ക്കാനോ അങ്ങനെ ഒന്നും പറ്റിയില്ല കേട്ടോ. വേണ്ട. അയ്യോ എന്നെ നോക്കുന്നു, തൊടാവോ? ഹലോ, തൊടാവോ? ഇതിന് ജസ്റ്റ് 50 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വൈറ്റും യെല്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ യെല്ലോ കളറാണ് വാങ്ങിയത്. ഇത് ഞങ്ങൾ ബീച്ചിലോട്ട് മറ്റേ വെള്ളത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ കണ്ടില്ല, നല്ല ഇരുട്ട്, ഒട്ടും തന്നെ ലൈറ്റ് ഇത് അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. എന്നാൽ ഒത്തിരിയും വലിയ സമയമൊന്നും ആയതുമില്ലായിരുന്നു. ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം ബീച്ചിൽ ഈ ഒരു ടൈമിൽ നല്ല ആ ലൈറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുണ്ടല്ലോ കാല് നനയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങ് കയറി. ഇവിടെ പിന്നെ കുറേ നമ്മുടെ കോഫി ഹൗസൊക്കെ അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ കോഫി ഹൗസൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല. ജസ്റ്റ് ഇവിടെ എല്ലാം ഇങ്ങനെ കണ്ടു, അങ്ങനെ കണ്ട് നടന്നത്. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന് തോന്നി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 4:30 കഴിഞ്ഞപ്പോഴാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ 6 മണി കഴിഞ്ഞിരുന്നു. ഒരു 6:15 ടൈമിലൊക്കെയാണ് എത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത്രയും ഒരു ടൈമെല്ലാം ആയിട്ടുള്ളൂ. അതായത് ഇപ്പം ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് വന്നപ്പോൾ നമ്മൾ ഹൊറർ ഹൗസിലൊക്കെ കയറിയിട്ട് എന്താ പറയുക, ഒരു 7 മണി ടൈം കഴിഞ്ഞാണോ ആയിരിക്കും, 7:30 ടൈമൊക്കെ കാണത്തേ ഉള്ളായിരിക്കും. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ഇത്രയും ഇരുട്ടടിച്ചാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെ ആയിരിക്കുമല്ലേ, എനിക്ക് തോന്നുന്നതായിരിക്കും. എന്തായാലും ശരി, എനിക്ക് കാല് നനയ്ക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിലും. ഇൻഷാ അല്ലാഹ് ഇനി എൻ്റെ മോൻ വരുമ്പോൾ ഒന്നും കൂടി ഇവിടെ വരണം. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് വന്നത്. Gracias.
പിന്നെ എനിക്ക് പാനിപ്പൂരി കഴിക്കണവേ. ഞാനിവിടെ നടന്നു വന്നപ്പോൾ മൊത്തം പാനിപ്പൂരി വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പാനിപ്പൂരി കഴിച്ചേ പറ്റൂ. എൻ്റെ ഫേവറേറ്റാണ് പാനിപ്പൂരി. പക്ഷേ എൻ്റെ മോനുള്ളപ്പോഴാണ് ഞാൻ മത്സരിച്ച് പാനിപ്പൂരി കഴിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് എനിക്കൊന്ന് പാനിപ്പൂരി കഴിക്കണം അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ മോനുള്ളപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ് പാനിപ്പൂരി. ഇത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇവിടെ നിന്നതാണ്. ഇനി ലാസ്റ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞങ്ങൾ എടുത്ത ഫോട്ടോസ് എന്തൊക്കെയാണെന്നുള്ളത്. പാനിപ്പൂരി കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഒരു ഇത് കണ്ടിട്ട് അവിടെ നിന്ന് കട്ട്ലറ്റൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നേ. കട്ട്ലറ്റും മീറ്റ് റോള് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം മോൾക്ക് കട്ട്ലറ്റാണ് വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കട്ട്ലറ്റൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. സോ ഞങ്ങൾ പാനിപ്പൂരിയുടെ അവിടെ തന്നെ വന്നു കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാരണം നല്ല ഇരുട്ട് പോലെ ആയി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം കോളിഫ്ലവർ ബജ്ജി ഫ്രണ്ടിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി, എനിക്കും എൻ്റെ മോൾക്കും. സോ അപ്പോൾ ഞങ്ങൾ അത് വന്ന് അവിടെ മേടിച്ചു. ഇനി ഞങ്ങളെടുത്ത് ഫോട്ടോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങളുടെ പിക്സൊക്കെ കണ്ടോളൂ, എങ്ങനെയുണ്ടെന്ന് പറയണേ, എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പെരുന്നാൾ പൊളിച്ചെടുക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.